എടി നീ എന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞല്ല. പക്ഷേ നീ എന്ത് പരിപാടി കാണിച്ചു? കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നോണ്ടല്ലേ. പരിപാടി മുടക്കം. അവിടെ ലാസ്റ്റ് ഡേ അതിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതാ നോക്ക് ലേറ്റ് ഇപ്പൊ ആയി. ഷോ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഞാൻ എത്ര പൈസ അല്ല തന്നെ കയ്യില് പൈസ ഇല്ല. വരാൻ ഇതിനോട് പറ്റില്ല. എന്ത് വരാൻ പറ്റും? എന്റെ അച്ഛന്റെ കാറല്ലത്. എന്റെ അച്ഛൻ എന്താ ചെയ്യാ? ഏത് ഫ്രണ്ട്? അല്ല, നമ്മള് ജസ്റ്റ് അവള് കോളേജുകാരെ അറിയാം. ഇതിപ്പോ 2-3 പ്രാവശ്യം ഒരാളിനോട് സൂചിപ്പിക്കണം. ഇപ്പൊ എന്റെ കണ്ണിൽ കണ്ടല്ലോ. നീ ആ HMC കോളനിയിലെ സുമട ആങ്ങളയിലടാ അല്ലേ? നടക്കടിയുണ്ട് കേറിക്കോയിൽ റോട്ടില് കേറി നിന്നിട്ട് ആൾക്കാരെ അപമാനിക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ എന്റെ മോളെ പിന്നാലെ നടക്കാൻ? എന്തുണ്ടോ നിന്നോട്? എന്റെ വീട്ടിൽ ഒരു കക്കൂസിന്റെ വലിപ്പണ്ടാ നിന്റെ വീട്. മാറി മേലോലെ എന്റെ മോളെ പിറകാടുന്നുണ്ടെന്ന് അടിച്ചെന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. കാണിച്ചു തരടാ. നീ എന്താടാ ഇവിടെ നിക്കുന്നേ? ചേച്ചി എവിടുന്ന? അക്ഷയെന്ന് വരുമോ? നീ വരുന്നില്ലേ? ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാ? എന്താടാ? ഒന്നുമില്ല. അയ്യോ, ഇതെന്താ ഇതെന്താ ചോന്നിരിക്കണേ? ഞാനും മീനും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അവളുടെ അച്ഛൻ വന്നിട്ട് എന്നെ കുറെ തല്ലി. അയാൾ തല്ലിയ നിന്നെ? ഞാൻ നിന്നോട് 100 വട്ടം പെണ്ണിന്റെ പിന്നാലെ നടക്കരുത് 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 എന്ന്. അയാൾ എന്താ പറഞ്ഞേ? അയാള് എന്ത് യോഗ്യതയാണ് അവരെ മോളെ പ്രേമിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കുറെ ചോദിച്ചു. അവന്റെ യോഗ്യത ഞാൻ കാണിച്ചു കൊടുക്കാം. അയാളോട് എന്നിട്ട് ചോദിച്ചതിന്റെ കാര്യം ഒന്നും ചെയ്യണ്ടേ? മിണ്ടാണ്ട് വാടാ. വേണ്ട വേണ്ട വിചാരിക്കുമ്പോ ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ചേച്ചി നീ ഇങ്ങ് വാടാ. ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലാതെ തന്നെ അയാൾ ഒരു ജാതി സ്വഭാവമാണ്. പ്ലീസ് ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ചേച്ചി പറഞ്ഞേ. ഇത് എന്ത് ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാത്ത? കല്യാണത്തിന് പോണ്ടേ? ഇത്ര നേരായി ഇവനെ നോക്കിണ്ടിരിക്കണ്. അതാ വരുന്നുണ്ടല്ലോ. എന്തിനാ കോളേജിൽ വിടുന്നത്? കോളേജിലേക്ക് വിടുന്നത്? ഇവള് ആ HMC കോളനിയിലത്തെ ആ സുമല്ലേ, ആ പെണ്ണ്, ആ കൂറ പെണ്ണ്, അവളുടെ ആംഗ്ലേനായിട്ട് ഇവള് ആ റോട്ടിൽ നിന്നിട്ട് സംസാരിക്കണം. ആ ആലിന്റെ ചോട്ടില് നമ്മുടെ സ്റ്റാറ്റസിന് സംസാരിക്കല് മാത്രല്ല അമ്മേ, സംസാരിക്കല് മാത്രല്ല. ഇത് 2-3 ആൾക്കാരെ എന്നോട് സൂചിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ രണ്ടാളെ ഒരു ദിവസം ഇവളാ പയ്യന്റെ ബൈക്കിന്റെ മുകളിൽ ഒരു സ്കൂട്ടി ഉണ്ട്, അതിന്റെ പിറകിലിരുന്നിട്ട് പോയിന്നും കേട്ടു. ഞാനത് അപ്പ വിശ്വസിച്ചു. ഇത് നിങ്ങളേനൊക്കെ പറഞ്ഞാൽ മതി. അച്ഛമ്മയും അച്ചാച്ചനും കൂടിയിട്ട് തന്നെയാണ് ഈ കൊഞ്ചിച്ച് വഷളാക്കണത്. എന്താ മോളെ, ആരെങ്കിലും അലവലാതി ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ പറ്റുമോ? എന്തിനെ കൊല്ലാ ഞാൻ വേണ്ടത്? ഞാൻ ഒന്നും പറയണ്ട, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. 3 നേരം തിന്നാൻ കൊടുത്തിട്ട് ലാളിച്ച് വളർത്തിയതിന്റെ ദോഷം മനസ്സിലാക്കി കൊടുക്കുക. ബോധല്ലേ നിനക്ക്? നമ്മുടെ തറവാട്ടിലേക്ക് പറ്റിയൊരു ബന്ധാണത്. നമ്മൾ എന്ത് അന്തസ്സായിട്ട് താമസിക്കുന്ന തറവാടാണിത്. 4 ആൾ അറിയുന്ന ഒരു തറവാട്. അതുപോലെയാണ് ആ കോളനിയിലെ ചെക്കന്മാര്. ഇപ്പൊ എന്തൊരു നിഷ്കളങ്കതയാണ്. അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റിയ തല്ലാതെ വളർത്തിയതിന്റെ ദോഷം അല്ലാന്താ? ഏറെക്കുറെ മോഹിച്ച ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് നീ ഒന്നും പറയണ്ട. ഇനി അവളൊന്നും തന്നെ കുഴപ്പം. ഇത് തന്നെയാണ് കുഴപ്പം. എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ അപ്പൊ അതിന് ഒപ്പം ഇങ്ങനെ നിന്നോളൂ. ഉളുപ്പുണ്ടതിന്? ഉളുപ്പുണ്ടോ? ബോധമുണ്ടോ? നമ്മുടെ തറവാട്ടിലേക്ക് കയറ്റാൻ പറ്റിയ ടീമാണത്. നമ്മുടെ കുടുംബക്കാരൊക്കെ അറിഞ്ഞ എന്താ പറയാ? കണ്ട തെണ്ടി നിരങ്ങി നടക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടി എന്നൊക്കെ പറഞ്ഞാല് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു കൂറ ചെക്കൻ. ഞാൻ ആ വീടൊന്ന് കാണണം. വിവരം കൂടിയതിന്റെ കുഴപ്പാണ്. പഠിപ്പിക്കല് ഞാൻ നാണ്ട് നിർത്തും. കോളേജിൽ ഇനി പോകാതെ വേണ്ട, അതൊക്കെ പറഞ്ഞ നമുക്ക് മനസ്സിലാവും. ഒരു വൃത്തികെട്ട ചെക്കൻ. ഒരു വീടൊന്ന് കാണണം. ഞാൻ 2 കൊടുത്തിട്ടുണ്ട്.
ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല ചേച്ചി. അത് ചേച്ചി വേണ്ട. ഈറ്റിങ്ങളോ ഇങ്ങട് വരട്ടെ, ഞാൻ കൊടുക്കാം ഞാൻ ഓടി ഈ ഓടി അവ- മാറി. അകത്തേക്ക് പോയാ പോ. നീ അകത്ത് പോ. ഈറ്റിങ്ങളാ ചേച്ചി വേണ്ട ചേച്ചി. ഈറ്റുകൾ തന്നെ ആ. നിക്കണം അവിടെ. എങ്ങോട്ടല്ല അവിടെ നിങ്ങൾ എന്ത് വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് തല്ലിയത്? എന്നെ അനിയനെ നിന്നോട് ആരെ തല്ലാൻ പറഞ്ഞു? പറ. ഞാനതല്ലേ എന്തിന്? നിങ്ങൾക്ക് തല്ലാനാണോ ഞാൻ നോക്കിണ്ടാക്കുന്നത്? മിണ്ടോണ്ടില്ലടോ. നിങ്ങൾക്ക് തല്ലാനാണോ ഞാൻ എന്റെ അനിയനെ നോക്കിണ്ടാക്കുന്നത്? ഒരു ശബ്ദം കുറയ്ക്ക്. ഇവിടെ അയൽവക്കക്കാർ എനിക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടോ? എന്റെ കുഞ്ഞിനെ തല്ലിയിട്ട് ഈ വീട്ടുമുറ്റത്ത് വന്ന്, അല്ലാണ്ട് തന്റെ ഓശാരത്തിന് വന്നതല്ല. തറവാട്ട് മുറ്റത്ത് എങ്ങനെ ആരും കയറി വർത്താനം പറയില്ല. പറയില്ല. അത്തരത്തിലാണല്ലോ ഇതിനുള്ളിലത്തെ കളി. പറയില്ല. ഒരു ചൂടുള്ള. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്ത് വെച്ചിട്ട് എന്റെ അനിയനെ തല്ലിയത്? അതിന് മറുപടി ആണ് ആദ്യം. ചെക്കന്റെ കയ്യിലിരിപ്പ് നന്നാവും. ചെക്കന്റെ കയ്യിലിരിപ്പിന് ഇവിടുത്തെ ഒരു പെണ്ണുണ്ടല്ലോ കൂടെ കൂട്ടിയത്. എന്ത് പെണ്ണ്? ഏത് എന്ത് പെണ്ണ്? ആരും അങ്ങനെ പോകൂല. ഇല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്റെ ഫോണിലെ മോളുടെ കുറച്ച് ലീലാവിലാസ മെസ്സേജുകൾ ഉണ്ട്. അത് ഞാൻ മുന്നേ കണ്ടതാ. മിണ്ടോണ്ടിരിക്കണം. ആ നീ അതാ എന്താന്ന് വെച്ചാ ചെയ്യാതെ നിന്നോട് ആരാടോ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ തല്ലല്ല ചവിട്ടി കൊല്ലും ഞാൻ. അത് നിന്റെ അവസാനമായിരിക്കും. എന്താണ് കൈ ചൂണ്ടിയാല്? എന്താണ് കൈ ചൂണ്ടിയാല്? എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തുന്ന എന്റെ കുഞ്ഞിനെ റോഡിലോട്ട് തല്ലിയിട്ട് ചോദിക്കാൻ വന്നാവല്ലേ? പിന്നെ ചോദിക്കാൻ വന്നേനോടോ? എന്താ വിചാരിച്ചു? കയ്യിലിരിപ്പ് തന്നല്ലെങ്കിൽ ചവിട്ടി കൊല്ലും. അത് നിന്റെ തോന്നല് മാത്രാടോ? അത് നിന്റെ തോന്നലാ. നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ മണിമാളികയിൽ കഴിയുമ്പോ ഞങ്ങള് പാവങ്ങളെ പലതും ചെയ്യാന്ന്. അത് വെറും തോന്നലാ. വെറും തോന്നലിട്ടാ. ഞങ്ങളുടെ പട്ടിക്കാട് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന് നിരങ്ങാന്ന് നീ വിചാരിക്കണ്ട. അല്ലെങ്കിൽ ആര് വരുന്നേ വീട്ടിലേക്ക്? അയ്യാ, നോക്കിയാ പോവാനല്ല പറയാനാ പറഞ്ഞത് ഞാൻ. പറഞ്ഞു മുഴുപ്പിച്ചു. പറഞ്ഞു മുഴുപ്പിച്ചതിന് പോളൂ. എന്നെ കേറി അടിക്കാൻ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടെടി നിനക്കൊക്കെ ഇവിടെ എന്താണോ കേറി യോഗ്യത? വരാൻ? ഞാൻ നിന്റെ വീട് കുറത്താടോ. ഞാൻ നിന്റെ വീട് കുറത്താ. എനിക്ക് എന്താണോ യോഗ്യത? എന്റെ മോളിലെ പോയി പണിയൊക്കടോ. ഞാൻ എന്റെ കുഞ്ഞിനെ കലക്കിലാണോ പറഞ്ഞത്? നാട് മുഴുക്കൊരു പറയട്ടെ ഇതാണ് സ്വഭാവം. ഇതാണ് വിറ്റുള്ള സ്വഭാവം. എന്റെ സ്വഭാവം കണ്ട് ഞാൻ നിന്റെ കടപ്പുമുറിക്ക് വന്നിട്ടില്ലല്ലോ. നീ പണ്ട് പെണ്ണുങ്ങളെ കടപ്പുമുറി കയറി ഇറക്കിട്ട് അതിന്റെ ബാക്കിയാടാ മോള്. നീ എന്നെ കൂടെ പറയിക്കണ്ട. നോണം കേട്ടോ. എന്റെ കുഞ്ഞിനെ തല്ലിയതും പോരാ. നീക്ക് എന്താ വിചാരിച്ചത്? ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കിട്ടേക്കാ നിനക്കൊക്കെ കയറി ഇറങ്ങാനല്ല. അവര് തമ്മിൽ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാനും കഴിയും. നിന്റെ മോളെ 18 വയസ്സായതല്ലടാ. ഇവൻ വിളിച്ച വരാത്തോന്നല്ല. അതിനുള്ള തെരുവന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ കൊണ്ടുപോകും തങ്ങളെ. ഇവൻ ആ പെണ്ണിനെ ഇഷ്ടാണെങ്കിൽ ആ പെണ്ണിവന്റെ കൂടെ വരുമെങ്കിൽ ഞാൻ കൊണ്ടുവന്നെ ചെയ്യും. 10 ജന്മം ജനിച്ചാൽ നടക്കില്ല. അത് നിന്റെ തോന്നലാടോ. ആ ചെക്കന്റെ മോന്ത പൊളിയാണെങ്കിൽ തിരിച്ചു പോയി കൊണ്ടേക്ക്. പപ്പി, എന്നെ ഒന്ന് തൊട്ടോക്കടോ. എന്റെ മുമ്പിലിട്ട് എന്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടോക്ക്. അതിനാണല്ലോ ഞാൻ നോക്കിട്ട് മിണ്ടാതിരിക്കടാ. ഉളുപ്പുണ്ടോ ചങ്ങാതി പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വരാൻ? ഇയാള് അനക്ക് പ്രേമിക്കാനെന്ത് യോഗ്യതയുള്ളു? കുറച്ച് ആൾക്കാരുണ്ടല്ലോ. എടോ, ഞങ്ങക്ക് കാശിനെ കുറവുള്ളൂ. പക്ഷേ കാശിന് കുറവുണ്ട്, സംസ്കാരത്തിനും കുറവുണ്ട്. ഞങ്ങളെ വിളിച്ച് എന്റെ കുഞ്ഞിനെ തല്ലിയ എനിക്ക് ഒരു സംസ്കാരമില്ല. ഏത് കുടുംബത്താണെങ്കിലും കേറിച്ചില്ല ഞാൻ. ആയിക്കോട്ടെ. ഇനി മേലാൽ എന്റെ കുഞ്ഞിനെങ്ങാനും മോനെ അടിച്ചെന്ന് ഞാൻ അറിഞ്ഞ തവളനെ ഞാൻ കേറടിക്കും. എന്നെ അടിച്ചെന്ന് അറിയില്ല, എനിക്ക് കൊന്നേ അറിയില്ല. അത് നിന്റെ തോന്നലാടാ. അത് നിന്റെ തോന്നലാ. നീ ഇങ്ങനെ അഹങ്കരിച്ച് മിണ്ടാണ്ടിരിക്കണോ? നീ ഇങ്ങനെ അഹങ്കരിച്ച് തുള്ളുമില്ലല്ലോ. ഈ നാട്ടിലെ നിയമം കോടതിയും എന്ന് പറയുന്നുണ്ട്. അത് നിന്റെ തോന്നല. പണ്ടത്തെ ആ ഒരു ഭരണമൊന്നും ഇപ്പൊ നടക്കില്ല. അന്ന കോടതിയിൽ പോയിക്കോ. ആ വാട്സപ്പിലെ മെസ്സേജും കാട്ടിക്കോ. അതെ, അത് കൂടി കാണിക്കും. കൊണ്ടുപോയി. നിനക്ക് ആകെ കഴിയുന്നത് ഈ രാട്യത്തിൽ ഇരുന്നിട്ട് നിന്റെ മോളെ ഉള്ളിട്ട് പൊക്കാനാ. അവൻ ഇഷ്ടമാണെങ്കിൽ അവൾ ഇറങ്ങി വരികി. നീ എഴുതി വെച്ചോ, കൊണ്ടായിരിക്കും ഞങ്ങൾ. നീ തപസ് ഇരുന്നാ അത് നടക്കില്ല. നിന്റെ തോന്നലാ മോനെ. ഇതിപ്പോ എന്താ സംഭവം അറിയാം? അനക്കിപ്പോഴേ ഈ പെൺകുട്ടികൾ ഗർഭിണിയായി കഴിഞ്ഞാൽ വല്ലവരുടെ വീടിന്റെ പടിക്കെ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കില്ലേ? അതുപോലെ ഒരു ചെക്കനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചെക്കനായിട്ട് നല്ല സ്വത്തുക്കളൊക്കെ കണ്ടപ്പോ എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അല്ലാണ്ട് തന്റെ പോലെ ഉള്ള സ്വത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് വീട്ടുണ്ടാക്കിയിട്ട് ഒരു ഉറപ്പില്ല. ഷോപ്പിലും പോയിട്ട് സ്ട്രീറ്റ് കളിച്ച് നടക്കലല്ല ഞങ്ങളുടെ പരി. ഞങ്ങൾ എല്ലാം മുറി പണിയെടുത്ത് തന്നെ ജീവിക്കണത്. എന്താണ് വിചാരിച്ചത്? എന്താണ് വിചാരിച്ചത്? പോടാ. ഒരുമ്പട്ടോളെ അത് തന്നെ കെട്ടോളൂ. ഒരുമ്പട്ടോള് ഒരു മുട്ടുള്ള തന്റെ കൂടെ കെട്ടോളാ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ ഇറങ്ങിപ്പോടി. പോടാ. പോയത് അവള് സ്വത്തും വേണം. ദേ, ഇനി ഈ പെണ്ണിന്റെ പിന്നാലെ നീ എങ്ങാനും നടന്നത് ഞാൻ അറിഞ്ഞു. അറിഞ്ഞ അവന്റെ അവസാനം എന്റെ കൈ ഉണ്ടാവും. മറ്റൊൾക്കൊന്നും ഫോണിൽ ഒരുമ്പട്ട ജാതി